മതി ഇനി പുനരധിവാസം. അടിമുടി ഒരു പുതിയ വിലാസം, തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട് തോന്യാസം. കിതക്കിതക്കണ പെടക്കണ ശ്വാസം, ചെവികളിൽ ഇനി അരുതുപദേശം. തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട് തോന്യാസം. കട്ടപ്പാച്ചിലാണടി പതറുകയില്ല നേടി സ്വാതന്ത്ര്യം. മുക്കിൻ താഴെ വന്നൊരു ചെറുപൊടി മീശയിൽ ആത്മവിശ്വാസം. കാണും കണ്ണുകൾക്കിത് ഹാസ്യം, ചില നേരം ആഭാസം. അവിവേകമാണ് ഈ ലക്ഷ്യം, അവതാളമാക്കാം മൊത്തം. വിറകുകൾ അനവധി വിടുവാ വിറപ്പെടുപ്പിന്റെ ഉടമ്പടി. വരവായി കടലിളകിയ കണക്കിനി തുടലൊടിഞ്ഞവർ സടകുടഞ്ഞിതുവഴി. ഉടയണം പൊട്ടിച്ചിതറണം ഇരുമ്പഴി, ചൊരത്തിളപ്പിന്റെ ഇളക്കങ്ങൾ മുറക്കിനി. പടവുകൾ പുതുപതിവുകൾ നിരവധി, തുണയായി പുതുപടയുടെ കുളമ്പടി. പുരമതി ഇനി പുനരധിവാസം, അടിമുടി ഒരു പുതിയ വിലാസം. തനി നിറമെട്ട് തണിയണ നെഞ്ചെ കാട്ട് തോന്നിയ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയിട്ട് ഇന്ന് നേരത്തെ നീറ്റിക്കണം, ഒരു 5:30 മണിക്ക് നീറ്റിട്ട് ജോഗിങ് എല്ലാം കഴിഞ്ഞ് നേരെ ഒന്ന് നീതുവിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. നീതു എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം SM സ്റ്റേറ്റ്, നമ്മുടെ കാലിക്കറ്റിൽ SM സ്റ്റേറ്റ് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. 1-2 ജാക്കറ്റും ട്രാക്കും ഒരു ഷൂ ഒക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു. അങ്ങനെ ചൂടും വെയിലൊക്കെ കാരണം SM സ്റ്റേറ്റിൽ നിന്നുള്ള ആ പ്ലാൻ ഞങ്ങൾ മാറ്റി വെച്ചു. പ്ലാൻ ബിയിലേക്ക് മാറി. നമ്മൾ പന്തരങ്കാവ് ബൈപ്പാസുള്ള ഡെക്കാത്ലോണിലേക്കാണ് പോകുന്നത്. അവിടെ പോയാൽ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക തെരഞ്ഞു നടക്കണ്ടല്ലോ, അവിടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. SM സ്റ്റേറ്റ് പോയാലും നമുക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വെയിലും കാര്യങ്ങളും അതിനെ കൊണ്ടാട്ടോ. അപ്പം ഡെക്കാത്ലോണിൽ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു കൊടക്കയിൽ ഇവിടെ ഡെക്കാത്ലോണിൽ അവൈലബിൾ ആകുമ്പോൾ പിന്നെ നമ്മൾ SM സ്റ്റേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. SM സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് SM സ്റ്റേറ്റ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ സ്പോർട്സ് പരമായിട്ടുള്ള ജാക്കറ്റാണ് ഇന്ന് പ്രധാനപ്പെട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഡെക്കാത്ലോണിലേക്ക് വന്നത്. അപ്പോൾ ജിതിൻ പറഞ്ഞു ജിതിന് ഷൂ ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കാം, നമ്മളെ ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടോ. ജാക്കറ്റ് എടുത്തിട്ട് ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഡെക്കാത്ലോണിലേക്ക് കയറി. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ജിമ്മുമായി ബന്ധപ്പെട്ടത്, പിന്നെ ക്യാരംസ്, സ്നൂക്കർ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവർ വേർതിരിച്ച് ഓരോരോ റൂമുകളിലേക്ക് മാറ്റിക്കണം. അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാങ്ങാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നേരെ അവിടെ പോയാൽ നിങ്ങൾക്ക് ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം ചെറുതായിട്ട് ഈ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, Get a home appliance of the two families. You are the link. Link? No. You are the link of the link. The two family attached to the bathroom. Your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. ഡെക്കാത്ലോണിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ജാക്കറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ കയറിയ പാടന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ ജാക്കറ്റ്സുകളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പിനോ അതുപോലെ തന്നെ നമ്മളെ ക്ലൈമറ്റ്, ഇവിടെ നമ്മുടെ ചൂട് ക്ലൈമറ്റ് ആണല്ലോ നമ്മുടെ കേരളത്തിൽ. ഇത് പുറത്തൊക്കെ നമ്മൾ ഊട്ടി അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ജാക്കറ്റുകളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ജാക്കറ്റൊക്കെ എനിക്ക് നല്ല കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ജാക്കറ്റിൻ്റെ ക്ലോത്ത് തന്നെ നല്ല കട്ടിയുള്ള ക്ലോത്താണ്. നമ്മൾ ഈ സമയത്തൊക്കെ ഈ ജാക്കറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ആകെ എന്താ പറയുക ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ജാക്കറ്റ് ഒന്നല്ല, ഞാൻ ഉദ്ദേശിച്ച ജാക്കറ്റ് ഇതല്ല. അതല്ലാതെ തന്നെ ഒരു 3-4 ജാക്കറ്റിൻ്റെ കൈമലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും 1-2 ജാക്കറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചാണ് ഇന്ന് നമ്മൾ ഡെക്കാത്ലോണിൽ പോയത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിന് വേണ്ടിയുള്ള ഈ ഒരു അരച്ചിലാണ്. ആ സമയത്ത് ജിതിന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ജിത്തു ആ കണ്ണാടി നോക്കിയിട്ട് മുടിയെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഭാഗത്ത് ശ്രദ്ധിക്കാത്തതാണ് ഗൈസ് നല്ലത്. നമ്മൾ ജാക്കറ്റ് എടുക്കാൻ വന്നാൽ ജാക്കറ്റിൻ്റെ വൈത്താൽ തന്നെ പോകണ്ടോ. നിങ്ങൾ ഒരുപാട് കളേഴ്സ് ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട്. 799 ജാക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു 1400 സംതിങ്ങിൻ്റെ ഏതൊരു ജാക്കറ്റ് ഉണ്ട് ഈ സെയിം കോട്ടണിൽ അല്ല ഈ സെയിം ക്ലോത്തിലുള്ള ജാക്കറ്റ്. അത് അത്യാവശ്യം നല്ലൊരു ജാക്കറ്റാണ്. ഇപ്പം കുറച്ചുകൂടി ബ്രാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ജാക്കറ്റാണ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി നിങ്ങളെ കാട്ടാൻ. ഓക്കെ, അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ജാക്കറ്റ് അന്വേഷിച്ചുള്ള നടത്താൻ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോരോ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അയച്ചാൽ അതാ റെയിൻ കോട്ട്, അതുപോലെ തന്നെ ഷൂ അല്ലെങ്കിൽ സോക്സ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തുള്ളത് മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ജാക്കറ്റുകളാണ്. ഒക്കെ നമ്മളൊരു വിന്റർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന
ജാക്കറ്റുകളാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ജാക്കറ്റ് ഇതല്ല, എന്തോ നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇങ്ങനെ തെരഞ്ഞു നടക്കണ പോലെ ഞാൻ ഉദ്ദേശിച്ച ജാക്കറ്റ് എവിടെയെന്ന് നോക്കി ഇങ്ങനെ നടക്കാം. അതിൻ്റെ ഇടയ്ക്ക് തൊപ്പി, അതുപോലെ തന്നെ ഫുട്ബോള് കാര്യങ്ങൾ ഇതൊക്കെ അവിടെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. റൈറ്റ് കുറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ കുട്ടികൾക്കൊക്കെ വീട്ടില് അനിയന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലൊക്കെ വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെറുങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് തൊട്ടാലും കൈ പൊള്ളുന്ന റൈറ്റ് ആണ്. ഇതിൽ അത്യാവശ്യം ഒരു ബ്രാൻഡഡ് സാധനം ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് എന്ന 1000-ലാണ് എല്ലാ പ്രൊഡക്റ്റും തുടങ്ങുന്നത്. നമ്മൾ ഷൂ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും. ഇവിടെ ബനിയന്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടോ. ബനിയനും ട്രാക്കും നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ബനിയനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള രസകരമായ പല കാഴ്ചകളും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ ജാക്കറ്റ് നമുക്ക് 2 കിട്ടി. ഏകദേശം 1500 റേഞ്ച് വരെ ഉണ്ട് ജാക്കറ്റ്. അങ്ങനെ ഞങ്ങൾ 2 ജാക്കറ്റ് അവിടെ നിന്നിട്ട് അങ്ങനെ ജാക്കറ്റ് എടുത്ത് കുറച്ച് എനിക്കൊരു ഒരു ട്രാക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാക്ക് നോക്കിയിട്ടുള്ള നടത്തണം. അപ്പം നമ്മൾ ക്രിക്കറ്റിന്റെ ആ ഒരു സെക്ഷനിൽ പോയാൽ ചിലപ്പോൾ നല്ല ട്രാക്ക് കിട്ടുമെന്ന് ആരോ പറഞ്ഞു, ജിത്തുവാണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ട്രാക്ക് നോക്കാൻ പോകുന്ന സമയത്ത് കണ്ടു നിങ്ങൾ സ്റ്റമ്പ്, ഷൂ, അതുപോലെ തന്നെ പാഡ്, അങ്ങനെയുള്ള ക്രിക്കറ്റ് ബാഗുകൾ, ക്രിക്കറ്റിന്റെ ബാഗ്, ആ കിറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നല്ല റേറ്റുമാണ് എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഒരുപാട് സൈക്ലിങ്ങിന് ആവശ്യമായ സൈക്കിള്, പിന്നെ അതിന്റെ അക്സസറീസ് സാധനങ്ങൾ, സൈക്കിളിന്റെ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ എടുത്ത ജാക്കറ്റിൽ ഒന്ന് ഇതാണ്, ബ്ലാക്കും ബ്ലൂ. ഇതിൻ്റെ അടുത്തുള്ള ഒരുപാട് ജാക്കറ്റ്, എൻ്റെ അടുത്ത് 4 ജാക്കറ്റിൽ 4 ബ്ലാക്ക് ആണ്. ഇന്ന് എടുത്തതും ബ്ലാക്ക് ജാക്കറ്റാണ്. അപ്പൊ ബ്ലൂ എടുക്കാനായിരുന്നു വിചാരിച്ചത്. അപ്പൊ ജിത്തു പറഞ്ഞു ബ്ലൂ കാണാൻ ഒരു ഭംഗിയില്ല, ബ്ലാക്ക് എടുത്തോളി എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ സോഫ്റ്റ് ബോളും സോഫ്റ്റ് ബാറ്റും ആണ് ജിത്തി നോക്കുന്നത്. നമ്മളോട് പറഞ്ഞ് ബാറ്റും ബോളും വാങ്ങിയാലോ ഏട്ടാ നമുക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ചു നേരം കളിക്കാന്നൊക്കെ പറഞ്ഞ്. ഇത് ചുമ്മാ വാങ്ങാണ്, നല്ല റേറ്റ് ഉണ്ട്. ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഓഫീസിൽ പോയി 2 ദിവസം വെറുതെ തട്ടിമുട്ടി കളിക്കും. ഇത് വേറെ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. ഇത് ബോളൊക്കെ സോഫ്റ്റ് ബോൾ ആയതിനെ കൊണ്ട് ഗ്ലാസ് തട്ടിപ്പൊട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് റൂമിലൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ബാറ്റും ബോളാണത്. അത് കഴിഞ്ഞ് നേരെ ട്രാക്കിന്റെ അടുത്തേക്ക് എത്തി. ട്രാക്ക് കൈ പൊള്ളുന്ന വിലയാണ് ട്രാക്കിന്. ട്രാക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല, അതൊരു തരം കാർഗോസ് ആണ്. അപ്പൊ ഞാൻ ട്രാക്ക് പിന്നീട് നോക്കാം, കാർഗോ ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഏകദേശം ഒരു 3000 റുപ്പീസ് ഒരു കാർഗോന് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് തൽക്കാലം ജാക്കറ്റ് നോക്കാന്ന് വിചാരിച്ചു. ഏതെങ്കിലും കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 ട്രാക്ക് എടുക്കാന്ന് വിചാരിച്ചു. പിന്നീട് അവിടെ ഇങ്ങനെ കുറെ നേരം തിരിഞ്ഞു കളിച്ചു. ഇത് കണ്ടോ നിങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങളൊരു ചെറിയ ക്യാരം ബോർഡ് ഉണ്ട് ഞങ്ങളെടുത്ത്. ഞങ്ങൾ കഴിഞ്ഞ കൊറോണ ടൈമിൽ വാങ്ങിയതാണ്. കൊറോണ കഴിഞ്ഞപ്പോൾ പിന്നെ അത് അതേപോലെ മടക്കി വെച്ച് അതിന്റെ സ്റ്റാൻഡ് എല്ലാം എന്തായിപ്പോയി, പണിയായിപ്പോയി. അപ്പോൾ അത് സ്റ്റാൻഡും കൂടി നോക്കാന്ന് വിചാരിച്ചു. ഈ മിലിറ്ററിന്റെ കാർഗോ കണ്ടപ്പോൾ, ഈ മിലിറ്ററിന്റെ കാർഗോ ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ജിതിൻ പറയുന്നുണ്ട് ആ മിലിറ്ററിന്റെ കാർഗോ എടുത്തോളി, നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജിതി ആ സമയത്ത് ഒരു ഷൂ നോക്കാനൊക്കെ പോയി. അവൻ ഏകദേശം നല്ല ബ്രാൻഡഡ് സാധനം യൂസ് ചെയ്യുള്ളൂ. കാരണം അവൻ ആർമീന്റെ ആർമിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് രാവിലെ ഓടാൻ പോകും. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ അവൻ റണ്ണിങ് ഷൂ നല്ല ബ്രാൻഡ് ആയിട്ടുള്ളതും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഷൂ വേണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഷൂ അവന് അങ്ങനെ ലൈക്കായതിനെ കൊണ്ട് ഞങ്ങൾ ഷൂ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. നമ്മൾ ജാക്കറ്റും അതുപോലെ തന്നെ 1-2 ട്രാക്കൊക്കെ എടുത്തിട്ട് ക്യാരം ബോർഡിന്റെ സ്റ്റാൻഡ് നോക്കാൻ പോയി. അപ്പോഴാണ് അവിടെ ഒരു ക്യാരം ബോർഡ് ഒരു സ്റ്റാൻഡ് ഇട്ട് വെച്ചിങ്ങനെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അതിൽ കോയിനൊക്കെ ഒന്ന് തട്ടി കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എൻജോയ്മെന്റ് കുറച്ചു നേരത്തേക്ക്. ഒന്നാമത് പുറത്ത് നല്ല ചൂടല്ലേ, അവിടെ അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം ക്യാരം ബോർഡൊക്കെ അവിടെ തട്ടിമുട്ടിയിരുന്നു. പിന്നീട് അതൊരു പന്തായി മാറി. ആ സെൻട്രൽ കോയിൻ പോക്കറ്റിലാക്കുന്ന ആൾക്ക് ഇന്ന് ഉച്ചക്കുള്ള ഫുഡൊക്കെ വാങ്ങി കൊടുക്കാന്നുള്ള രീതിയിലൊക്കെ ആക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചു നേരം ഞങ്ങളെ കളിച്ചതിന് ശേഷം ഞാൻ ആ ദൗത്യത്തിൽ വിജയിച്ചു. ಬಲಂಗಾರು ಮೆಚ್ಚುವ ವಿಜಯನಗರ ಸಾಮ್ರಾಜ್ಯ ಕೆಂಪಗೌಡ ರಾಜ ಈ ರಾಜನಲ್ಲಿ ಸಲ್ಲಟಿ ಕಾಟ ಫುಲ್ಲಾದ ಟನಕಟ ಡಬಲ್ ಮಾಲ್ಟ್ ಸ್ಮೂತ್ ಕಲ್ಲ ಹರ್ಸೋಣ ಟ್ರೈ ಅನ್ಕೊಂಡು ಮಾಡ. ജിത്തുവിനെ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഞാൻ എവിടെ പോവാണെങ്കിൽ ജിത്തുവിനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന്, ജിത്തു വെറുതെ ഓരോന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടിരിക്കും. ഇത് എടുത്താലോ അതെടുത്താലോ ഇതെടുത്താലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്ന് എടുത്തുണ്ടോന്ന് ഇങ്ങനെ കാട്ടിത്തരും. അപ്പോൾ ചിലപ്പോൾ അത് ലൈക്കായിട്ട് അഥവാ എടുത്തു പോയാലും ബഡ്ജറ്റൊക്കെ കൂടല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, ജിത്തുവിനെ ഞാൻ എങ്ങോട്ട് പോവാണെങ്കിൽ ജിത്തു അങ്ങോട്ട് വാ അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ജിത്തുവിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും.
ജിത്തു അവിടെ കാണുന്ന എല്ലാ സ്പോർട്സ് സാധനത്തിന്റെ മുകളിലും അല്ലെങ്കിൽ ജിമ്മിന്റെ ടംബിൾസും അതുപോലെ തന്നെ റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കണ്ടേനെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇത് എല്ലാ സാധനവും പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബില്ല് കണ്ടോ, നിങ്ങൾ അവിടെ കണ്ട മുട്ടായി കൊടുത്തു. ആ മുട്ടായി വേണം എന്ന് പറഞ്ഞ് കുട്ടികളമാതിരി വാശി പിടിക്കണം. ആ മുട്ടായി വേണം, ആ മുട്ടായി വേണം. ഏകദേശം 80 രൂപയാണ് ആ ചെറിയൊരു ചോക്ലേറ്റിന് അവിടെ റേറ്റ്. ഞാൻ ജിത്തുവിനോട് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് ഞാൻ പോണ വയ്ക്കുക ഏതെങ്കിലും ഡയറി മിൽക്ക് എന്തെങ്കിലും വാങ്ങി തരാം, ഇതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മെല്ലെ സോപ്പ് ഇട്ടിട്ട് ജിത്തുവിനും കൂട്ടി ബില്ലടിക്കുന്നിടത്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ ഈ ഡെക്കാത്തലോണിലെ ചെറിയൊരു തെറ്റിത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 5000 രൂപേൻ്റെ പർച്ചേസ് അവിടെ നിന്ന് എടുത്തുക്കണം. 5000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 5000 രൂപേൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി അതിൽ വലിയ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടൊന്നുമില്ല. വെച്ചാൽ അവിടെ ഒരു ഫിക്സഡ് റേറ്റ് ആണ് കാര്യങ്ങൾക്കൊക്കെ. നമ്മളതിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതിനെ കൊണ്ട് തന്നെ നമ്മളത് വാങ്ങി. പക്ഷേ ഇവർ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ഒരു ക്യാരി ബാഗ് പോലും നമുക്കിത് കൊണ്ടുപോകാൻ തരണമെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പൈസ അവിടെ കൊടുക്കണം. നമ്മൾ ബാഗ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധാ ഒരു സ്റ്റേഷനറി പോയാലും ഒരു 100 രൂപേൻ്റെ സാധനം വാങ്ങിയാൽ പോലും നമ്മൾ ക്യാരി ബാഗ് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും. നമ്മൾ ആ വാങ്ങിയ സാധനം ക്യാരി ബാഗിൽ ഇട്ടിട്ടാണ് നമുക്ക് ആ ഷോപ്പിൽ നിന്ന് ആളുകൾ തരാം. ഇവരെന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സത്യസന്ധമായ വിമർശനങ്ങളെല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ആരും പേടിപ്പിക്കേണ്ട, ഞാൻ നന്നായിക്കോളാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കറക്റ്റാക്കി പറയാം. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, എന്താണ് അവർ ക്യാരി ബാഗ് തരാത്തതെന്നുള്ള കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ ഇത് നമ്മുടെ പന്തീരങ്കാവ് പാലാണ് കേട്ടോ. ഈ പന്തീരങ്കാവ് പാലം എന്താ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ടോൾ പ്ലാസിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങൾ ടോൾ ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. അത് ടോളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു പ്രദേശത്തിനും വലിയൊരു ചേഞ്ചാണ് വന്നു പോയത്. ഈ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ഏതോ ഫോറിൻ കൺട്രിയിലൂടെ ഒക്കെ പോണ ഒരു ഫീല് ഇതിലൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ ആ പോണ സമയത്ത് ആ കവാടം കണ്ടോ, അത് ടോൾ പാസിലേക്കുള്ളൊരു കവാടാണ്. ഈ കവാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൻ്റെ കേരള തനിമയെ തട്ടിണർത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയ കവാടം. അതിൽ കഥകളി അതുപോലെ തന്നെ എന്തൊക്കെയോ കേരളത്തിൻ്റെമായി ബന്ധപ്പെട്ട പിക്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോ ഇനിയും നന്നാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. കുറച്ച് വീഡിയോസ് ആയിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞൊന്ന് ക്ഷമിക്കുക. ഓക്കെ, ബൈ.